ഇന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ഒരു അനിയന്റെ വീടിന്റെ കട്ട്ളവെപ്പിനാണ്. അവന്റെ കുറെ കാലമായിട്ടുള്ള സ്വപ്നാണ് കേട്ടാ, സ്വന്തമായിട്ടൊരു വീട്. അതിന്റെ ഓരോരോ ഘട്ടങ്ങൾ കഴിയുമ്പോഴും അവനെ പോലെ തന്നെ ഞാനും ഹാപ്പിയാണ്. അനിയൻ എന്ന് പറഞ്ഞപ്പോ തന്നെ കമന്റ് സെക്ഷനിൽ ഇപ്പൊ കമന്റ് വരും, ചേച്ചിയുടെ സ്വന്തം അനിയനാണോന്ന്. സ്വന്തം അനിയൻ എന്ന് പറയാനായിട്ട് നമ്മുടെ ബ്ലഡ് റിലേഷനിൽ തന്നെ ഉണ്ടാവണം എന്നില്ല. നമുക്ക് നല്ല സൗഹൃദങ്ങളും നല്ല പ്രണയബന്ധങ്ങളും പോലെ തന്നെ നല്ല സിസ്റ്റർ ആൻഡ് ബ്രദർ റിലേഷൻസും കിട്ടാനായിട്ട് അതിന് ബ്ലഡ് റിലേഷൻ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങനെ കിട്ടിയ എനിക്ക് എന്റെ സ്വന്തമായിട്ടുള്ള അനിയനാണ് വിഷ്ണു. വിഷ്ണു മാത്രല്ല കേട്ടോ, ജ്യോതിഷ്, ദീപക്, കുഞ്ഞു ദീപക്, വലിയ ദീപക്, ശിവ, അങ്ങനെ കുറെ കുട്ടികളുണ്ട് എനിക്ക് സ്വന്തമായിട്ട് കിട്ടിയ അനിയന്മാരായിട്ട് കേട്ടാ. അനിയന്മാര് മാത്രല്ല, അനീത്തിമാരും ഉണ്ട്, അമ്മമാരും ഉണ്ട്, അച്ഛന്മാരും ഉണ്ട്. എന്റെ ചങ്കായിട്ട് കിട്ടിയ കുറെ ഫ്രണ്ട്സും ഉണ്ട് കേട്ടോ എനിക്ക്. ഇതാണ് കേട്ടാ വിഷ്ണു. ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തപ്പോഴുള്ള ഫോട്ടോ ആണ് കേട്ടോ അത്. ആളുടെ വീടാണ് ഈ പണിതുകൊണ്ടിരിക്കുന്നത്. വീട് പണിയണത് എന്റെ ഹസ്ബൻഡ് തന്നെയാണ്, പ്രശാന്ത് ഏട്ടനാണ് പണിയണേ. അപ്പൊ അതിന്റെ കട്ട്ളവെപ്പിനാ നമ്മൾ അവിടെ എത്തിയേക്കണേ. ആ അമ്മയ്ക്കും അച്ഛനും ശരിക്കും ഞങ്ങളോടും അതുപോലെ തന്നെയാണ്, മക്കളെ പോലെയാണ് കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും ട്രീറ്റ് ചെയ്യുക. ഇതൊക്കെ ചേച്ചി ഇവിടെ പറയേണ്ട ആവശ്യം എന്താന്ന് ചിലർ ചിന്തിക്കുന്നുണ്ടാവും അല്ലെ. നല്ല ആവശ്യമുണ്ട്. എന്താന്ന് വെച്ചാ ഇതുപോലെ വില മതിക്കാനാവാത്ത കുറെ ബന്ധങ്ങളുള്ള ആൾക്കാരുണ്ടാവൂലേ നമ്മുടെ സമൂഹത്തില്. അതുപോലെ തന്നെ ഈ ബന്ധങ്ങളെയൊക്കെ വേറൊരു കണ്ണിലൂടെ കണ്ട് ഇതൊന്നും ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരും ഉണ്ടാവും ഈ സമൂഹത്തില്. പണ്ടത്തെ പഴയ ചിന്താഗതികളില് കുറെ മാറ്റങ്ങൾ വരുത്താനുള്ള സമയമായിട്ടില്ലേ ഇപ്പോ. അങ്ങനെ തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഇവിടെ പറഞ്ഞത് കേട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാ, ബന്ധങ്ങളും സ്വന്തങ്ങളും ഒക്കെ ബ്ലഡ് റിലേഷൻസിൽ മാത്രല്ല അല്ലാതെയും ഉണ്ട്, അത്രേ ഉള്ളൂ. അങ്ങനെ എന്റെ കാഴ്ചപ്പാടിൽ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കട്ട്ളവെപ്പ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ. അങ്ങനെ നമ്മുടെ കട്ട്ളയൊക്കെ വെച്ച് അച്ഛനും അമ്മയും എല്ലാവരും പ്രാർത്ഥിച്ച് കുടുംബാംഗങ്ങളും എല്ലാവരും കൂടിയിട്ട് ആ കട്ട്ളയില് വലത് കാലം എടുത്ത് വെച്ച് കയറിയിട്ടോ. അന്ന് ഞാൻ ഈ വീഡിയോസ് എല്ലാം വിഷ്ണുവിന് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണെങ്കിലും ഇന്ന് എനിക്ക് എന്തോ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. എന്താന്നറിയില്ല, ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് എന്തോ ഒരു ആശ്വാസം കിട്ടിയിട്ടാ. ഏതോ ഒരു പടത്തില് ലാലേട്ടൻ പറയണില്ലേ, ഒരാളുടെ തന്തയ്ക്ക് വിളിച്ചപ്പോ എന്തൊരു ആശ്വാസം എന്ന്. അതുപോലെ അത് ഞാൻ ഒരു തമാശക്ക് പറഞ്ഞതാണ് കേട്ടാ. അങ്ങനെ ഞങ്ങൾ ആ പരിപാടിയൊക്കെ തീർന്ന് കുറെ നേരം അവിടെ സ്പെൻഡ് ചെയ്ത് വീട്ടിലെത്തിയപ്പോ നമ്മുടെ സുനിതേച്ചി വന്നിട്ടുണ്ടായിട്ടാ തറവാട്ടിലേക്ക്. അപ്പൊ സുനിതേച്ചിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി പിള്ളേരും സുനിതേച്ചിയും ഒക്കെ ആയിട്ട് കുറെ നേരം ഞങ്ങൾ കത്തി വെച്ചൊക്കെ ഇരുന്നാണ് അന്നത്തെ ദിവസം ഞങ്ങൾ അവസാനിപ്പിച്ചത്. ഒരു നല്ലൊരു കുടുംബത്തിലെ കുറെ ആൾക്കാരെ കണ്ട് പരിചയപ്പെട്ട് ഒരുപാട് സംസാരിക്കാൻ പറ്റി. ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ ഇന്നെനിക്ക്.